ഹലോ ഗേയ്സ്, നമ്മൾ തിരളി ഉണ്ടാക്കാൻ പോകും. തിരളിയപ്പം എന്ന് പറയും, വയണ അപ്പം എന്ന് പറയും. വയണയിലയിലാണ് അത് ഉണ്ടാക്കുന്നത്. നാട്ടിലൊക്കെ മിക്കവാറും നമ്മുടെ സ്ഥലത്തൊക്കെ ചില സ്ഥലങ്ങളിലൊന്നും ഇല്ല ഈ ഇല. ഇത് ഗോതമ്പ് പൊടിയാണ്. ചിലർ അരിപ്പൊടിയിലുണ്ടാക്കും. നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ, ഏലക്ക, പിന്നെ പഴം, ശർക്കരപ്പാനി. നമ്മൾ കുഴയ്ക്കും. നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ വെക്കണം. അപ്പം അങ്ങനെ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ്, തേങ്ങ, ഏലക്ക, ശർക്കരപ്പാനി, പഴം, ഒരു ശകല ഉപ്പ്, ഇത്തിരി നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതാണ് വയണയില. ഇതാണ് വയണയില. ഇത് നമുക്ക് ഇവിടെ കിട്ടുന്നതല്ല. ഇത് നമ്മൾ എവിടെ നിന്നറിയോ? ബേക്കറിന് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ തൊട്ട് തിരിച്ചു വെച്ചാണ് വെക്കുന്നത്. തിരിച്ചു വെച്ചിട്ടിങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ കുമ്പിള് പോലെ കുത്തും. അങ്ങനെ ഉണ്ടാക്കും. മറ്റേ സ്റ്റിക്കുണ്ട്. സ്റ്റിക്കല്ല, ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഒരെണ്ണം കൂടെ വെക്കും. കൈ തൊട്ടി പിടിക്കാനുള്ള എണ്ണം ഒരെണ്ണം കൂടെ മറ്റേ ഇതിങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഈ സാധനം ചിലർ സ്റ്റിക്ക് വെച്ച് കുത്തും, ചിലർ ഇതിൻ്റെ ഈ സാധനം ഇല്ലേ ഇലയുടെ ഇതിങ്ങനെ ആക്കി വെക്കും. അല്ലോ ഇതിങ്ങനെ അടുത്തതും അതേപോലെ മണമാണ് ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ. നമുക്ക് ഈ ഇല വീണ്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് നമുക്കിപ്പോൾ കഴിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ട്, വൃത്തിയാക്കാനൊന്നും കാണത്തില്ല, ഇത് ഇളക്കി എടുക്കുമല്ലേ. എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ വേണമെങ്കിൽ ഈ ഇല വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ വാഴയില നാട്ടിയത് കൊണ്ടുവരുമ്പോഴേ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഫ്രീസർ വെച്ചിട്ട് കുറേ നാളിരിക്കും. നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റ്, മണം അടിപൊളിയായിട്ടുണ്ട്. നല്ല മധുരമുണ്ടല്ലേ? മധുരവും അല്ലേ, തേങ്ങയും മധുരവും മയവും മണവും കറക്റ്റേ. ഇതാണ് കറക്റ്റ് വേവ്. എത്ര നേരം വെച്ചു? ഒരു 10 മിനിറ്റ് കൊണ്ടല്ലേ ഉള്ളൂ. 10 മിനിറ്റ് ഉള്ളൂ. അച്ഛൻ വന്നിട്ട് എടുക്കാം.